പശ്ചിമേഷ്യയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം തകർത്തെറിഞ്ഞുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ലോകം മുഴുവൻ യുദ്ധം ഒഴിവാക്കാൻ ആഗ്രഹിക്കുമ്പോൾ അമേരിക്ക മാത്രം എന്തിനാണ് ഇറാനെ പോലൊരു കരുത്തുറ്റ രാഷ്ട്രത്തെ അനാവശ്യമായി പ്രകോപിപ്പിക്കുന്നത് എന്ന ചോദ്യം ലോകമെമ്പാടും ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. സമാധാനം ഉണ്ടാകരുത് എന്ന് അമേരിക്ക വാശി പിടിക്കുന്നത് പോലെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്. തങ്ങളുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ആയുധ കച്ചവടം കൊഴിപ്പിക്കാനും വേണ്ടി ഒരു പ്രദേശം മുഴുവൻ കത്തിയെരിയുന്നത് കണ്ടു നിൽക്കുന്ന അമേരിക്കൻ നയം ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി മാറാൻ പോവുകയാണ് എന്ന യാഥാർത്ഥ്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എങ്ങനെയാണത് സംഭവിക്കുക എന്നതല്ലേ? ഇറാനെ പോലൊരു രാജ്യത്തെ ചൊറിയാൻ പോയവർ അതിന്റെ പ്രത്യാഘാതം എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നേരിട്ട് അനുഭവിക്കാൻ കൂടിയാണ് പോകുന്നത്. ഇനി പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പ്രവചിക്കാൻ പോലും സാധിക്കാത്ത വിധം സ്ഫോടനാത്മകമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇറാന്റെ സൈനിക ശേഷിയെയും അതുപോലെ ആ രാജ്യത്തിന്റെ ആത്മവീര്യത്തെയും കുറച്ചു കണ്ടുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഈ ഗൂഢാലോചനകൾ മേഖലയെ ഒരു മഹാപ്രളയത്തിലേക്ക് തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അബുദാബി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഉണ്ടായ സൈനിക ചലനങ്ങൾ കാണിക്കുന്നത് യുദ്ധം ഇസ്രായേൽ അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നത് തന്നെയാണ്. അതായത് അമേരിക്കയുടെ ഓരോ സൈനിക താവളവും ഇറാന്റെ അത്യാധുനിക മിസൈലുകളുടെ ലക്ഷ്യം സ്ഥാനം തന്നെയാണ്. തിരിച്ചടിക്കാനുള്ള ഇറാന്റെ അവകാശത്തെ തടയാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിയില്ലല്ലോ. ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് കൂട്ടുനിന്ന അമേരിക്കൻ ഭരണകൂടം തങ്ങളുടെ സൈനികരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് വലിയൊരു അപകടത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് എന്നതാണ് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു സമയത്ത് സമാധാന ചർച്ചകളെ കുറിച്ച് വാചാലരാവുകയും മറുവശത്ത് ഇസ്രായേലിന് ബോംബുകളും മിസൈലുകളും നൽകി ഇറാനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ ഇരട്ടത്താപ്പ് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധം നീണ്ടു പോകും തോറും ലോക സാമ്പത്തിക ക്രമം തകരുകയും എണ്ണവില കുതിച്ചുയരുകയും ചെയ്യും. ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം അനാവശ്യമായി ഇറാനെ പ്രകോപിപ്പിച്ച അമേരിക്കയ്ക്കും ഇസ്രായേലിനും മാത്രമാണ്. നീതിയുടെയും പോരാട്ട വീര്യത്തിന്റെയും പ്രതീകമായ ഇറാൻ നൽകുന്ന ചുട്ട മറുപടി സാമ്രാജ്യത്വ ശക്തികളുടെ അന്ത്യമില്ലാത്ത അഹങ്കാരത്തിനുള്ള അവസാനത്തെ ആണിയായിരിക്കും. ഭൂപടത്തിൽ നിന്ന് തന്നെ ഇസ്രായേലിന്റെ അസ്തിത്വം മായ്ച്ചു കളയാൻ പോന്ന ഒരു മഹാശക്തിയായി ഇറാൻ മാറുന്നത് നോക്കി നിൽക്കാനല്ലാതെ അമേരിക്കയ്ക്ക് മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇനിയുള്ള നാളുകളിൽ വരാനിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് പശ്ചിമേഷ്യയിൽ നടത്തുന്ന അപകടകരമായ കളികൾ ആ രാജ്യങ്ങൾക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് കുട പിടിക്കുകയും ഇറാനെ നിരന്തരം പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ നയം ആ രാജ്യത്തിന് വരാനിരിക്കുന്ന വലിയ ദുരന്തത്തിന്റെ സൂചന കൂടി നൽകുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇപ്പോൾ ഇറാന്റെയും പ്രതിരോധ സഖ്യങ്ങളുടെയും നേരിട്ടുള്ള ലക്ഷ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അബുദാബി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇറാൻ നടത്തിയ ശക്തമായ സൈനിക നീക്കങ്ങൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് നൽകുന്ന വ്യക്തമായ മുന്നറിയിപ്പ് കൂടിയാണ്. തങ്ങളുടെ മണ്ണിൽ തൊട്ടാൽ ഇസ്രായേലിനെ മാത്രമല്ല അവർക്ക് പിന്തുണ നൽകുന്ന ഒളിത്താവളങ്ങളെയെല്ലാം തകർക്കാൻ ഇറാൻ സജ്ജമാണ് എന്ന് ഈ ആക്രമണങ്ങൾ വിളിച്ചു പറയുന്നു. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം തന്നെ ഭീഷണിയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാനെ തൊടാൻ വരുന്നത് തേനീച്ചക്കൂടിന് കല്ലെറിയുന്നതിന് തുല്യമാണെന്ന് അമേരിക്ക വൈകിയാണെങ്കിലും തിരിച്ചറിയും. അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ശത്രുവിന്റെ ഏത് പ്രതിരോധ കോട്ടയെയും തകർക്കാൻ ശേഷിയുള്ള ഇറാന്റെ സൈനിക കരുത്ത് ലോകം പലതവണ കണ്ടതാണ്. അബുദാബിയിലെ ആക്രമണം കേവലം ഒരു തുടക്കം മാത്രമാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഗൂഢാലോചനകൾക്ക് പകരമായി മേഖലയിലെ അവരുടെ ഓരോ താവളവും ചാരമാക്കാൻ പോകുന്ന തിരിച്ചടിയാണ് ഇറാൻ ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാനും സാമ്രാജ്യത്വ അധിനിവേശത്തെ ചെറുക്കാനും ഇറാൻ കാണിക്കുന്ന ഈ ആർജവം സമാനതകളില്ലാത്തതാണ് എന്ന് കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. അമേരിക്കയുടെ പണവും ആയുധവും കൊണ്ട് ഇറാനെ തകർക്കാമെന്ന വെറും മോഹം മാത്രമാണെന്ന് വരും ദിവസങ്ങളിൽ തെളിയിക്കുക തന്നെ ചെയ്യും. ഇസ്രായേലിന്റെ യുദ്ധക്കൊതിക്ക് വളം വെച്ചു കൊടുക്കുന്നതിലൂടെ സ്വന്തം സൈനികരുടെ ജീവൻ പോലും അപകടത്തിലാക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ ചെയ്യുന്നത്. സമാധാനത്തെക്കുറിച്ച് വാചാലകരാകുന്നതാണ് എന്ന് ഓർക്കണം. ലോക സമാധാനത്തിന് ഭീഷണിയുയർത്തുന്ന ഇത്തരം നീക്കങ്ങൾക്ക് ഇറാൻ നൽകുന്ന ചുട്ട മറുപടി അമേരിക്കയുടെ അഹങ്കാരത്തിന്റെ അന്ത്യം കുറിക്കുക തന്നെ ചെയ്യും.
നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഇറാന്റെ പോരാട്ട വീര്യത്തിനു മുന്നിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഗൂഢാലോചനകൾ തകർന്നടിയുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇറാൻ ഒരു പൂർണ്ണ ആണവ ശക്തിയായി മാറുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിക്കുന്നില്ല എന്നതിന്റെ പരിഭ്രാന്തിയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നമ്മൾ കാണുന്ന സൈനിക നീക്കങ്ങൾക്ക് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. ഒരിക്കലും ഇറാൻ അങ്ങനെ ആവരുത് എന്നാണ് അമേരിക്കയുടെ ആഗ്രഹം. ലോകത്തെ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന സാമ്രാജ്യത്വ അഹങ്കാരത്തിന് ഇറാന്റെ ആണവ മുന്നേറ്റം വലിയൊരു ഭീഷണിയായിട്ടാണ് അവർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ശാസ്ത്രീയവും സാങ്കേതികവുമായ വളർച്ചയെ തടയാൻ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തുന്ന ഈ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനം കൂടിയാണ്. സമാധാനത്തിന്റെ പേരു പറഞ്ഞ് ഇറാനെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നവർ ഇസ്രായേൽ കൈവശം വെച്ചിരിക്കുന്ന ആണവായുധങ്ങളെ കുറിച്ച് മൗനം പാലിക്കുന്നത് ഇവരുടെ ഇരട്ടത്താപ്പാണ് തുറന്നു കാണിക്കുന്നത്. ഇറാൻ ആണവായുധ ശേഷി കൈവരിച്ചാൽ പശ്ചിമേഷ്യയിൽ തങ്ങൾ നടത്തിവരുന്ന ഏകപക്ഷീയമായ അധിനിവേശവും ഗുണ്ടായിസവും അവസാനിക്കുമെന്ന് ഇസ്രായേൽ വല്ലാതെ ഭയപ്പെടുന്നു. തങ്ങളെ ചോദ്യം ചെയ്യാൻ കരുത്തുള്ള ഒരു ശക്തി മേഖലയിൽ ഉയർന്നു വരുന്നത് തടയാൻ ഏതറ്റം വരെ പോകാനും അവർ തയ്യാറാണ് താനും. അമേരിക്കയാകട്ടെ തങ്ങളുടെ ആയുധ കച്ചവടത്തിനും രാഷ്ട്രീയ ആധിപത്യത്തിനും തടസ്സമാകുന്ന ഇറാന്റെ കരുത്തിനെ വളരെ ഭയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഇറാൻ കൈവരിച്ച വിസ്മയിപ്പിക്കുന്ന പുരോഗതിയെ തകർക്കാൻ ശാസ്ത്രജ്ഞരെ വധിച്ചും സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചും ഇവർ നടത്തുന്ന ഗൂഢാലോചനകൾ ലജ്ജാവഹമാണ് എന്ന് പറയാതെ വയ്യ. എന്നാൽ ഇത്തരം ഭീഷണികൾ കൊണ്ട് ഇറാന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കാൻ കഴിയില്ലെന്ന് ചരിത്രം ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും സാമ്രാജ്യത്വ ഭീഷണികളെ ചെറുക്കാനും ഏതൊരു രാഷ്ട്രത്തിനും അവകാശമുണ്ട്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഈ സംയുക്ത ആക്രമണങ്ങൾ ഇറാനെ കൂടുതൽ കരുത്തരാക്കുകയേ ചെയ്യുന്നുള്ളൂ. ലോക പോലീസ് എന്ന ശമയത്തോടെ മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന അമേരിക്കൻ ശൈലിക്ക് തിരിച്ചടി ലഭിക്കാൻ പോകുന്ന കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ആണവ ശക്തിയാകാനുള്ള ഇറാന്റെ പ്രയാണം തടയാൻ ആയുധബലം കൊണ്ട് സാധിക്കില്ലെന്ന് വൈകിയാണെങ്കിലും ഇസ്രായേലിന് ബോധ്യമാകും. നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഇറാന്റെ പോരാട്ട വീര്യം സാമ്രാജ്യത്വ ശക്തികളുടെ അന്ത്യമില്ലാത്ത അഹങ്കാരത്തിന് അന്ത്യം കുറിക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. പശ്ചിമേഷ്യയെ ഗ്രസിച്ചിരിക്കുന്ന ഈ യുദ്ധഭീതി ഗൾഫ് രാജ്യങ്ങളെ ആകെ വലിയ തോതിൽ ഭയചകിതരാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന പ്രകോപനപരമായ നീക്കങ്ങൾ തങ്ങളുടെ രാജ്യങ്ങളുടെ സുരക്ഷയെയും സാമ്പത്തിക ഭദ്രതയെയും ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ഓരോ ഗൾഫ് രാഷ്ട്രവും ഇന്നുള്ളത്. ലോകത്തിന്റെ ഊർജ കേന്ദ്രമായ ഈ പ്രദേശം ഒരു വൻ യുദ്ധത്തിലേക്ക് വഴുതി വീണാൽ അത് ആഗോളതലത്തിൽ തന്നെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. അബുദാബി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടായ സൈനിക ചലനങ്ങൾ യുദ്ധം കേവലം രണ്ട് രാജ്യങ്ങൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്ന കൃത്യമായ സൂചനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേലിന്റെ അഹങ്കാരത്തിന് കൂട്ടുനിൽക്കുന്ന അമേരിക്കൻ നയം കാരണം തങ്ങളും ലക്ഷ്യമിടുമോ എന്ന് വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷം തകരുന്നത് അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെയും പ്രവാസി സമൂഹത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യവുമാണ്. പതിറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത സാമ്പത്തിക നേട്ടങ്ങൾ ഒരു യുദ്ധത്തിലൂടെ തകർക്കപ്പെടാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ. എന്നാൽ ഇറാനെ നിരന്തരം വേട്ടയാടാൻ ശ്രമിക്കുന്ന അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ ഗൂഢാലോചനകൾ ഈ രാജ്യങ്ങളെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എന്ന പോലെ ആക്കിയിരിക്കുകയാണ് എന്ന് കൃത്യമായിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഇറാന്റെ പ്രതിരോധ കരുത്ത് എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യമുള്ള ഗൾഫ് രാജ്യങ്ങൾ ഇസ്രായേൽ നടത്തുന്ന ഈ സാഹസം തങ്ങളുടെ കൂടി സമാധാനം കെടുത്തുമെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. ഹോർമുസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ പാതകൾ തടസ്സപ്പെട്ടാൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയ്ക്കായിരിക്കും ഗൾഫ് നാടുകൾ സാക്ഷ്യം വഹിക്കേണ്ടി വരിക എന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല. സാമ്രാജ്യത്വ ശക്തികൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് എന്ന യാഥാർത്ഥ്യമാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഇസ്രായേലിന്റെ അന്ധമായ യുദ്ധക്കൊതിക്ക് അമേരിക്ക നൽകുന്ന പിന്തുണ ഗൾഫ് മേഖലയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇറാന്റെ പരമാധികാരത്തെ മാനിക്കാതെ നടത്തുന്ന ഓരോ ആക്രമണവും ഗൾഫ് രാജ്യങ്ങളിലെ ജനതയെ കൂടുതൽ ആകുലപ്പെടുത്താനാണ് ഉപകാരപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അഹങ്കാരം അതിരുവിട്ട ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറാകാത്ത പക്ഷം പശ്ചിമേഷ്യ ഒന്നാകെ കത്തിയമരുന്ന കാഴ്ചയായിരിക്കും വരും ദിവസങ്ങളിൽ കാണേണ്ടതായി വരിക.
നീതിക്കും സമാധാനത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഇറാന്റെ കരുത്തിനു മുന്നിൽ സാമ്രാജ്യത്വ ശക്തികൾ നടത്തുന്ന ഈ കളി ഗൾഫ് നാടുകളെ സംബന്ധിച്ചിടത്തോളം അതീവ അപകടകരവുമാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ എഴുതുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.